ശക്തമായ കാറ്റിൽ കെഎസ്ഇബി കോങ്ങാട് സെക്ഷൻ പരിധിയിൽ വ്യാപകമായ നാശനഷ്ടം. വൻമരങ്ങൾ കടപുഴകി വീണ് ട്രാൻസ്ഫോമർ, സ്ട്രക്ചർ എന്നിവയ്ക്ക് സാരമായ കേടുപാടുകൾ. കോങ്ങാട് കെഎസ്ഇബി സെക്ഷൻ പരിധിയിലെ കേരളശ്ശേരി ഫീഡറിലെ 11 kV 100 kVA തോട്ടുപാലം ട്രാൻസ്ഫോമർ നാമാവശേഷമായി. ബുധനാഴ്ച വൈകുന്നേരം 3 മണിയോടുകൂടി വീശിയടിച്ച കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി വീഴുകയും ട്രാൻസ്ഫോമർ, സ്ട്രക്ചർ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് സമീപ പ്രദേശങ്ങളിലും ഇതുപോലെ മരം പൊട്ടി വീഴുകയും പോസ്റ്റുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 8 LT പോസ്റ്റുകളും 3 HD പോസ്റ്റുകളും ബുധനാഴ്ചത്തെ കാറ്റിൽ നാശമായിട്ടുണ്ട്. ഈ കാലവർഷക്കാലം തുടങ്ങി ഇതുവരെയായി കോങ്ങാട് സെക്ഷൻ പരിധിയിൽ 20ഓളം LT പോസ്റ്റുകളും 10ഓളം HD പോസ്റ്റുകളും നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയിലാണ് വീണ്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. വൈദ്യുതി പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഈ ജോലികൾ പൂർത്തിയാക്കുമെന്ന് കെഎസ്ഇബി അധികൃതർ അറിയിച്ചു. KCB ന്യൂസ്, കോങ്ങാട്. ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് പ്രശ്നപരിഹാരത്തിനായി നാഷണൽ ജനതാദൾ ജനസമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടബാധ്യതയിൽപ്പെട്ട് ജപ്തി ഭീഷണിയും ഗുണ്ടാഭീഷണിയും നേരിടുന്നവരുടെ പ്രശ്നപരിഹാരത്തിനായി നാഷണൽ ജനതാദൾ പരാതി പരിഹാര സെന്ററിന്റെ നേതൃത്വത്തിൽ ജനസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ഉദ്ഘാടനം ചെയ്തു. വട്ടിപ്പലിശക്കാരെ പോലെ തന്നെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകളും സഹകരണ ബാങ്കുകളും പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങൾക്കൊപ്പമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വായ്പാ തിരിച്ചടവിന് അവധി നൽകാൻ കഴിയുന്ന സംഭവങ്ങളിൽ പോലും കുടിയിറക്കാനാണ് പണമിടപാട് സ്ഥാപനങ്ങൾക്ക് താൽപ്പര്യം. ഇതിനെതിരെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും അഡ്വക്കേറ്റ് ജോൺ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് സുഗതൻ, ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജില്ലാ ഭാരവാഹികളായ വിൻസെന്റ്, വർഗീസ്, ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി. KCB ന്യൂസ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം കിഴക്കേ തോടിന് കുറുകെയുള്ള പാലം പണി പ്രതിസന്ധിയിൽ. IPC നമ്പൂതിരിയുടെ സ്മൃതി പുരസ്കാരം സുനിൽ P. ഇളയിടത്തിന്. 7 പതിറ്റാണ്ടിന്റെ ചരിത്രം ബാക്കിയാക്കി ലക്ഷ്മി തിയേറ്റർ ഓർമ്മയാകുന്നു. ഒറ്റപ്പാലം മനശ്ശേരിയിൽ ചുവരിടിഞ്ഞു വീണ ഓട്ടോ തകർന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.